ഹലോ വെൽക്കം ബാക്ക് ടു നിലാനേരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ 2 ഓഫ് ബാംഗ്ലൂരാണ് കേട്ടോ. എഴുന്നേറ്റ് ഫ്രഷായി നേരെ പോയത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് കേട്ടോ കഴിക്കുന്നുണ്ടായിരുന്നേ. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ആണെങ്കിലും നോർത്ത് ഇന്ത്യൻ ആണെങ്കിലും വെജീസ്, സാലഡ്സ് അങ്ങനെ വെച്ചിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സൗത്ത് ഇന്ത്യൻ ഫുഡ് വെച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ബ്രെഡ്, സോസേജ്, വിവി പൂരിയും മസാലയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ലൈവ് ഫുഡായിട്ടും അവൈലബിൾ ആണ്. ഈ ഒരു സൂപ്പ് എനിക്ക് അവിടെ നിന്ന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൂൾ സൈഡിൽ നമുക്ക് സിറ്റിംഗ് ഏരിയ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റത്തെ പാർട്ടിന് വേണ്ടിയിട്ട് നേരെ പോയി പൂളിൻ്റെ അവിടെയാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ഇരുന്ന് കുറേ കഥയും കുറേ കുറ്റങ്ങളും ഒക്കെ പറഞ്ഞിട്ട് പിന്നെ പൂളിലേക്ക് ഇറങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസ്കഷന് വേണ്ടി അവിടെയൊക്കെ ഒന്ന് നടന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് ഞങ്ങൾ റെഡിയായി നേരെ പോകുന്നത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിന് സ്റ്റാർട്ടിങ് തന്നെ പോകുന്നത് ശിവാജി നഗറിലാണ് കേട്ടോ. ഇവിടെ കുറേ കമ്മലൊക്കെ നല്ല ഓഫറിലുണ്ടായിരുന്നു. പിന്നെ ഇതെൻ്റെ സിസ്റ്ററിന് വേണ്ടി വാങ്ങിച്ചൊരു കീ ചെയിനാണ് കേട്ടോ. പിന്നെ എൻ്റെ അനിയനും അങ്ങനെയുള്ള കീ ചെയിൻസൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മഴ പെയ്തപ്പോൾ എന്നാൽ പിന്നെ ഒരു ചായയോടെ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു ചായയോടെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇത് ഞങ്ങളുടെ ഓരോ ഓട്ടോ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന ലൊക്കേഷനാണ് കേട്ടോ. ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് നാഗാർജുന പോകണോ അതോ മേഘ്ന ഫുഡ്സ് പോകണോ എന്നായിരുന്നു കൺഫ്യൂഷൻ. അങ്ങനെ എന്തായാലും ഇന്നത്തെ ഫുഡ് മേഘ്നയിൽ നിന്നാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് ഓർഡർ ചെയ്ത് ബോറടിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് സ്നാപ്സും ഒക്കെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വിവീൻ്റെ കുറച്ച് ആറ്റിറ്റ്യൂഡ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത നമ്മുടെ ഫേവറേറ്റ് ഫുഡ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് മേഘ്ന സ്പെഷ്യലായിട്ടുള്ള 555 ആയിരുന്നു. ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കുറച്ച് ഗാർലിക്കൊക്കെ ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്, ഒരു മസ്റ്റ് ട്രൈ ഒരു ഐറ്റം തന്നെ ആയിരുന്നു കേട്ടോ. ഇത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എന്താ പറയുക, നമ്മൾ അധികം കഴിച്ചിട്ടില്ലാത്തൊരു ഫ്ലേവറായിരുന്നു കേട്ടോ അതിനുണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മേഘ്ന സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ ബാസ്മതി റൈസുള്ള ബിരിയാണി ഇഷ്ടമല്ലാത്തതാ, അതിന് ഇങ്ങനെ ഒരുപാട് മസാല ഇട്ടിട്ടുള്ളതും. പക്ഷേ ഇത് അടിപൊളി ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു ഡിഫറെൻറ്റ്, നമ്മൾ അധികം ഒന്നും ട്രൈ ചെയ്യാത്ത പോലത്തെ ഒരു നല്ല എന്താ പറയുക, നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ടേസ്റ്റ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബിരിയാണി കഴിച്ചതിന് ശേഷം നേരെ പോയിട്ടുണ്ടായിരുന്നത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഒരുപാട് സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ പിന്നെ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ അവിടെ മെട്രോയിൽ ഓഫർ കണ്ടപ്പോൾ അവിടെ കയറി എനിക്കൊരു ചപ്പലും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് ഞങ്ങളൊരു രാത്രി 8 മണി വരെ നമ്മൾ അവിടെ കറങ്ങി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എൻ്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു ഇതുപോലെ ഫുൾ ഡേ ഷോപ്പിംഗ് ഒക്കെ പോകണം. അതൊക്കെ സാധിച്ചതിന് ശേഷം നേരെ വന്ന് ഡിന്നർ കഴിച്ച് കിടന്നുറങ്ങി. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.